നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിനക്കൊരാവശ്യം വന്നാ നീ എവിടെ പോയി ചോദിക്കും? ആരോട് ചോദിക്കും? ഇവരോട് ചോദിച്ചാ കിട്ടുവോ? നിനക്കൊരു കല്യാണം നടക്കണമെങ്കിൽ അതിനുള്ള തുണി വരെ നീ തന്നെ വാങ്ങേണ്ടി വരും. ചെലവ് കാശ് മൊത്തം നീ തന്നെ ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് പിള്ളേര് പറയുന്നതിനൊപ്പം ആടാതെ കുറച്ച് കാശ് നീ മിച്ചം പിടിച്ചു വെക്ക്. അമ്മേ, 7 വയസ്സ് മുതല് ഇവള് ഞാൻ കൊടുത്ത ചോറുണ്ടാ വളർന്നത്. എത്ര വർഷമായി ഇവള് ജോലി ചെയ്യാനും സമ്പാദിക്കാനും തുടങ്ങിയിട്ട്. അതുവരെ എന്റെ ഉപ്പും ചോറും തന്നെയാ തിന്നത്. അതുകൊണ്ട് എന്റെ പിള്ളേർക്ക് വേണ്ടി എന്തെങ്കിലും ചെലവാക്കിയാലോ ഒരു കുറവുമില്ല. പിന്നെ ഇവിടെ ഈ വീട്ടിൽ ഉണ്ടുറങ്ങി കഴിയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യണം. അതിന് പ്രയാസം ഉണ്ടെങ്കിൽ എങ്ങോട്ടാന്ന് വെച്ചാൽ ഇറങ്ങി പൊക്കോളണം. അമ്മേ, അമ്മ എന്ത് വർത്താനായി പറയുന്നേ? ദേവൂട്ടി ചേച്ചി ഞങ്ങളുടെ മൂത്ത ചേച്ചിയാ. ചേച്ചി എവിടെ പോവാനാ? ഒരിടത്തും പോവില്ല. മുത്തശ്ശി പറഞ്ഞ സത്യ. ചേച്ചിയുടെ കാര്യങ്ങൾക്ക് ചേച്ചി തന്നെ പണം ഉണ്ടാക്കണം. ചേച്ചി, ഞാൻ ഒരു കോഴ്സിനും പോകുന്നില്ല. എനിക്ക് പൈസ വേണ്ട. വേണ്ട ചേച്ചി. മോളെ ദേവൂട്ടി, ഞാനിത് ആദ്യമായിട്ടല്ലേ ഈ കാര്യം പറയുന്നേ. എപ്പോഴും പറയുന്നത് തന്നെയാ. നീ നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കണം. നിനക്ക് വേണ്ടി കൂടി ജീവിക്കണം. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന കാലത്തോളം നിനക്കൊരു ബുദ്ധിമുട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ കണ്ണടഞ്ഞു പോയാ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ നോക്കുമ്പോഴും കുട്ടികളുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുമ്പോഴും സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. എനിക്കും അത് സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷെ മോളെ, സ്വന്തം ആവശ്യങ്ങൾ വരുമ്പോ അന്യരോട് കൈ നീട്ടുമ്പോഴും അവരാ കൈ തട്ടിയെറിഞ്ഞു പോകുമ്പോഴും ഈ സന്തോഷമൊന്നും ഉണ്ടാവില്ല. അഖിലയോടും വിനോദിനോടും സ്നേഹമില്ലാത്തത് കൊണ്ടാണോ ഞാനിതൊക്കെ പറയണേ? അല്ല, നിന്നോടുള്ളതിൽ സ്നേഹം എനിക്ക് അവരോടുണ്ട്. പക്ഷേ അവരെക്കുറിച്ച് വേവലാതിപ്പെടാൻ ഇന്ദുമതിയുണ്ട്. അവളൊരിക്കലും നിന്നെക്കുറിച്ച് വേവലാതിപ്പെടില്ല. അതാ എന്റെ വേവലാതി. അതുകൊണ്ടാ മോളെ ഞാൻ നിന്റെ കാര്യത്തിൽ ഇത്രയധികം നിർബന്ധം പിടിക്കുന്നേ. അമ്മേ, ഞാൻ പോട്ടെ. പോട്ടേന്ന് പറയാതെ മോനെ, പോയി വരട്ടേന്ന് പറ. ശരി, പോയി വരട്ടെ അമ്മേ. എടാ, ഇത് ചെറിയ ബാഗല്ലേ, ഇതിലെന്തോ കൊള്ളും? ആവശ്യത്തിനുള്ള ഡ്രസ്സെങ്കിലും കയ്യിൽ വെക്കണ്ടേ? ഇത് തന്നെ ധാരാളം. പിന്നെ പോകുന്നത് സുഖവാസത്തിനോ ഹണിമൂണിനൊന്നും അല്ലല്ലോ, തീർത്ഥാടനത്തിനല്ലേ. അപ്പൊ ഇതൊക്കെ മതി. ശരി, മതിയെങ്കി മതി. ആ പിന്നെ ഫോണൊന്നും വേണ്ടമ്മേ, അതൊക്കെ ഒരു ഭാരമാ. വേണം, ഫോൺ വേണം മോനെ. നിനക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം. ഇടയ്ക്ക് എനിക്ക് നിന്നോട് സംസാരിക്കണം മോനെ. അതിന് നീ ഫോൺ കൊണ്ടുപോയേ പറ്റൂ. ദേ, എന്നും വിളിക്കണം. ഇനി വിളിച്ചില്ലെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ എടുക്കണം. ഞാനൊരു ചെറിയ കുട്ടിയാണോ അമ്മേ? സ്കൂളിൽ ഹാജരി വിളിക്കുന്ന പോലെ ദിവസവും അറ്റൻഡൻസ് പറയാം. എന്റെ മോനെ, നിനക്കിനി ഷഷ്ടിപൂർത്തി കഴിഞ്ഞാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നീ എനിക്ക് കുട്ടിയായിരിക്കും. എനിക്ക് ദിവസവും നിന്റെ സൗണ്ട് കേൾക്കണം. ഓ, സമ്മതിച്ചമ്മേ. അമ്മ വിളിച്ചാ മതി, ഞാൻ എടുത്തോളാം. പോരെ? എന്നാ മുത്തശ്ശി, ഞാൻ പോട്ടെ. അപ്പൊ ഓക്കെ, ശരി.